തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ സൂചനയിൽ ഇടത് മുന്നണിയാണ് ഒരു വാർഡിൽ ലീഡ് ചെയ്യുന്നതെന്നാണ് സൂചനകൾ വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ വാർഡ് ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരത്ത് ആദ്യ സൂചനയിൽ ഇടത് മുന്നണി. കൊല്ലം കോർപ്പറേഷനിൽ 7 ഇടത് മുന്നണി, 2 UDF എന്നതാണ് ചിത്രം. അങ്ങനെ വേഗത്തിൽ അപ്ഡേഷൻ. കോട്ടയത്ത് തലപ്പലം പഞ്ചായത്തിലെ ഉണ്ട് LDF 1, UDF 1, NDA 1 എന്നുള്ളതാണ്. അങ്ങനെ ഓരോ പഞ്ചായത്തുകളിലെയും വിവരങ്ങൾ വന്നു തുടങ്ങുന്നുണ്ട്. യെസ്, വേഗത്തിൽ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നു. നമ്മുടെ ഏറ്റവും ശ്രദ്ധേയ പോരാട്ടം നടക്കുന്ന കോർപ്പറേഷനുകളുടെ ഫലസൂചന വരുന്നു. പ്രതീക്ഷിച്ചതുപോലെ കൊല്ലത്ത് LDF മുന്നേറ്റം തന്നെ അത് ആദ്യം തന്നെ പ്രകടമാകുന്നു. 7 ഇപ്പോൾ തന്നെ അവിടെ കോർപ്പറേഷനിൽ ഇടതുമുന്നണിയുടെ ലീഡ് ഉണ്ടാവുന്നു. തിരുവനന്തപുരം എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്തെ 5 വാർഡുകളുടെ സൂചന വരുമ്പോൾ 3 ഇടതുമുന്നണി, 2 UDF. തിരുവനന്തപുരത്ത് 1 മാത്രമാണ് സൂചന വന്നിരിക്കുന്നത്, അത് ഇടതുമുന്നണി എന്നതാണ് ചിത്രം. ശ്രദ്ധിക്കുക, പോസ്റ്റൽ ബാലറ്റുകളുടെ കണക്ക്. കൊല്ലം കോർപ്പറേഷനിലെ ആദ്യ കണക്കുകൾ. കൊല്ലം കോർപ്പറേഷനിൽ LDF 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു, UDF 2 സീറ്റുകളിൽ, NDA 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. കൊല്ലം കോർപ്പറേഷനിൽ ആദ്യം LDFന്റെ ലീഡാണ് 5-2-1. കൊല്ലം കോർപ്പറേഷൻ LDF 5, UDF 2. ജില്ലാ പഞ്ചായത്ത് LDF 3, കൊല്ലത്ത് ജില്ലാ പഞ്ചായത്ത് LDF 3, UDF 1. അങ്ങനെയാണ് കണക്ക്. ബ്ലോക്ക് പഞ്ചായത്തിൽ കൊല്ലത്ത് LDF 2, UDF 1. ഗ്രാമപഞ്ചായത്ത് കൊല്ലത്ത് LDF 13, UDF 4, NDA 1. ഇതാണ് ആദ്യ ഫലം. കൊല്ലത്തു നിന്നുള്ള ആദ്യ ഫലം. കൊല്ലം കോർപ്പറേഷനിൽ LDFന്റെ മുന്നേറ്റം 5-2-1 എന്നുള്ളതാണ്. അതാണ് ചിത്രം. വേഗത്തിൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വേഗത്തിൽ വരുന്നുണ്ട്. ഇതുവരെയും കൗണ്ടിങ്ങിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എറണാകുളം കോർപ്പറേഷനിൽ ഇടതുമുന്നണി 3, UDF 2. ഇതാണിപ്പോൾ കോർപ്പറേഷന്റെ ചിത്രം. തൃശ്ശൂർ അപ്ഡേറ്റ് വന്നിട്ടില്ല. തൃശ്ശൂരെ ഫലം നമ്മൾ കാത്തിരിക്കുന്നു. വേഗത്തിൽ ഏറ്റവും വാശിയേറിയ പോര് നടക്കുന്ന തൃശ്ശൂരിന്റെ ചിത്രം എന്താണ്? കോഴിക്കോടും അപ്ഡേറ്റ് ആയിട്ടില്ല, കോഴിക്കോടും വരുന്നില്ല. കണ്ണൂരും അപ്ഡേഷൻ വെയിറ്റിംഗ് ആണ്. അതേസമയം കൊല്ലത്തെയാണ് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത്. കൊല്ലത്ത് 27 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലുള്ളതിൽ LDF 3, UDF 1. കൊല്ലത്ത് ജില്ലാ പഞ്ചായത്തിൽ LDFന്റെ മുന്നേറ്റം 27-ൽ 3, LDF 1, UDF. കൊല്ലം കോർപ്പറേഷനിൽ LDF 5, 56 ഡിവിഷനിൽ LDF 5, UDF 2, NDA 1 ലീഡ് ചെയ്യുന്നു. കൊല്ലത്തെ വിവരമാണ് ആദ്യം കൂടുതലായിട്ടും അപ്ഡേറ്റ് ആയി വരുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലും LDFന്റെ മുന്നേറ്റം, ബ്ലോക്ക് പഞ്ചായത്തിലും LDF തന്നെ 2, UDF 1 എന്നുള്ളതാണ് കൊല്ലത്തെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യ സൂചനകൾ പ്രകാരം ഇപ്പോൾ LDF 1 സീറ്റിൽ അല്ലേ? അതെ, LDFന്റെ ഒരു ലീഡ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വേഗത്തിൽ മറ്റിടങ്ങളിലെയും പുറത്തു വരാം. ശ്രദ്ധിക്കുക, എല്ലാം ഒന്നിച്ചാണ് കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വേഗത്തിൽ മറ്റിടങ്ങളിലെ അപ്ഡേറ്റുകൾ വരാം. പോസ്റ്റൽ ബോളറ്റിന്റെ ചില വിവരങ്ങളാവാം ഒരുപക്ഷെ പുറത്തു വന്നേക്കുന്നത്. ഇനിയുള്ള നിമിഷങ്ങളിൽ വേഗത്തിലാണ് വരുന്നത്. 8-10 കഴിഞ്ഞു. ഇതാ കൃത്യമായ സൂചനയിലേക്ക് വരികയാണ്. കൊല്ലത്ത് ഇപ്പോൾ 7 LDFന്റെ ലീഡ് നില മാറുന്നു എന്ന ചിത്രം വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് 2 ഇടതുമുന്നണി എന്ന മറ്റൊരു ചിത്രം കൂടി വരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2 ഇടതുമുന്നണി ലീഡ് എന്ന കണക്ക് വരുന്നു. മറ്റിടങ്ങളിൽ അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. എറണാകുളത്ത് 3 LDF 2 UDF എന്ന കണക്ക് വരുന്നുണ്ട്. വേഗത്തിൽ മറ്റു കോർപ്പറേഷനുകളുടെ അപ്ഡേഷൻ കൂടി വരണം. തൃശ്ശൂർ ഇതുവരെയും കണക്കുകൾ പുറത്തു വരാൻ തുടങ്ങിയിട്ടില്ല. ഒപ്പം കണ്ണൂരും കണക്കുകൾ വന്നിട്ടില്ല, കോഴിക്കോടും കണക്കുകൾ വന്നിട്ടില്ല. വെയിറ്റിംഗ്. എന്തായാലും വേഗത്തിൽ അപ്ഡേറ്റുകൾ വരികയാണ്. തിരുവനന്തപുരത്തെ കൗണ്ടിംഗ് വേഗത്തിൽ പുരോഗമിക്കുകയാണ്. പുതിയ അപ്ഡേറ്റുകൾ വരട്ടെ. വേഗത്തിൽ തിരുവനന്തപുരത്തെ അപ്ഡേഷൻ. യെസ്, തൃശ്ശൂർ വരുന്നു. തൃശ്ശൂർ 1 LDF എന്നതാണ്. കോഴിക്കോടും 2. അതാ കണ്ണൂരിൽ ഇടതുമുന്നണി 1 ലീഡ് ചെയ്യുന്നു. കണ്ണൂർ കോർപ്പറേഷനിൽ ഇടതുമുന്നണി 1 ലീഡ് ചെയ്യുന്നു. ഒപ്പം ഇടതുമുന്നണി കോർപ്പറേഷനുകളുടെ ചിത്രം ആകെ ഇങ്ങനെയാണ്. 5 LDFും 3. ഈ പെട്ടെന്ന് തന്നെ ഓരോ പഞ്ചായത്തിലെയും വരുന്നത് കേട്ടോ. തലപ്പലം എന്നുള്ള ഗ്രാമപഞ്ചായത്ത് അത് കോട്ടയം ജില്ലയിലാണ്. അവിടെ UDF 1 സീറ്റിൽ ജയിച്ചു, LDF 1 സീറ്റിൽ ജയിച്ചു, NDA 1 സീറ്റിൽ ജയിച്ചു എന്നുള്ളതാണ് തലപ്പലം പഞ്ചായത്തിൽ നിന്നുള്ള, കോട്ടയം ജില്ലയിലെ തലപ്പലം പഞ്ചായത്തിൽ നിന്നുള്ള അല്ലെ വിവരം കിട്ടിയിട്ടുള്ള. 1 സീറ്റിൽ ജയിച്ചത് UDFും 1 സീറ്റിൽ LDFും 1 സീറ്റിൽ NDAയുമാണ്. ഇങ്ങനെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ലീഡ് നേടുന്നത് LDF ആണ്. അത് കൊല്ലം LDFന്റെ പരമ്പരാഗത ജില്ലാ പഞ്ചായത്താണ്. അവിടെയാണ് LDFന്റെ മുന്നേറ്റം നടക്കുന്നത്. കളമശ്ശേരി നഗരസഭയിൽ LDF മുന്നേറുകയാണ്. കളമശ്ശേരി നഗരസഭയിൽ LDF മുന്നേറുന്നു. കൊച്ചി കോർപ്പറേഷനിൽ ആദ്യ ലീഡ് LDFന് കിട്ടിയിരിക്കുകയാണ്.
യെസ്, അതാണ് ചിത്രം. സംസ്ഥാനത്തിന്റെ പൊതുചിത്രം വേഗത്തിൽ വരികയാണ്. ചില തദ്ദേശ സ്ഥാപനങ്ങൾ വേഗത്തിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഫലസൂചനകളിൽ ആദ്യ ലീഡ് ഇടതുമുന്നണിക്കാണ്. കൊല്ലത്ത് വീണ്ടുമുണ്ട്. കൊല്ലത്ത് 56 ഡിവിഷനുകളിലുള്ള കോർപ്പറേഷനിൽ LDF 7, UDF 3, NDA 1 എന്നുള്ളതായിരിക്കുകയാണ്. കൊല്ലത്ത് വലിയ മുന്നേറ്റമാണ് LDFന്റെ. ജില്ലാ പഞ്ചായത്തിൽ 6 ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു, UDF ഒരിടത്ത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കൊല്ലത്ത് LDFന് 4 ഇടത്ത് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിലും കൊല്ലം ജില്ലയിൽ 19 ഇടത്ത് LDFന്റെ മുന്നേറ്റം, UDF 7 ഇടത്താണ് മുന്നേറുന്നത്, ഒരിടത്ത് NDAയുടെ മുന്നേറ്റമാണ്. മുനിസിപ്പാലിറ്റികളിൽ കൊല്ലത്ത് LDF ഒരിടത്ത് മുന്നേറുന്നു. ഇതാണ് ഏറ്റവും ഒരിടത്ത് നില. ഇതാണ് ചിത്രം, ഇതാണ് സാഹചര്യം. ഗ്രാമപഞ്ചായത്തുകളുടെ കണക്ക് നോക്കുമ്പോൾ 22 ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുമുന്നണിയുടെ ലീഡ് കാണുന്നു. UDF 14 ഇടത്ത്, NDA 6 ഇടത്ത്. മോശമല്ല NDA ഒപ്പമുണ്ട് ഗ്രാമപഞ്ചായത്ത് കണക്കിൽ. അതേഴ്സ് മറ്റുള്ളവർ 7 ഇടങ്ങളിലും 7 ഗ്രാമപഞ്ചായത്തുകളിലും ലീഡുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വരുമ്പോൾ ഇടതുമുന്നണി 17 ബ്ലോക്ക് പഞ്ചായത്തിൽ, 11 ഇടത്ത് ഇടതുമുന്നണി, UDF 10 ഇടത്തുണ്ട്, NDA 2 ഇടങ്ങളിൽ ലീഡ് എന്നതാണ് പൊതുവിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ലീഡ് നിലയിലെ കണക്ക്. ശ്രദ്ധേയമായ പോരാട്ടം കോർപ്പറേഷനുകളിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിൽ ഇടതുമുന്നണി ആദ്യ ലീഡ്, ഒരിടത്ത് കോർപ്പറേഷൻ വാർഡുകളിൽ ഒരിടത്ത്, കോഴിക്കോട് 2 ഇടത്ത് ഇടതുമുന്നണി, ഒരിടത്ത് UDF എന്ന ചിത്രം വരുന്നു. ഒപ്പം കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ ഒപ്പത്തിനൊപ്പമാണ് ഇടതുമുന്നണിയും UDFും ഒപ്പത്തിനൊപ്പമാണ് കണ്ണൂരിന്റെ കണക്കുകൾ പുറത്തു വരുന്നത്. ഇതാണ് പൊതുവിൽ കോർപ്പറേഷനുകളുടെ പൊതുചിത്രം എന്നതാണ്. ജില്ലാ പഞ്ചായത്തുകളുടെ ലീഡ് നില പുറത്തു വരുന്നു. ജില്ലാ പഞ്ചായത്ത് ഒപ്പം മുനിസിപ്പാലിറ്റികളുടെ കണക്ക് കൂടിയുണ്ട്. തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നതാണ്. അവിടെ ആ തരത്തിൽ ലീഡ് നിലയും വരുന്നുണ്ട്. അങ്ങനെ തുടക്കത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗ സൂചനകൾ, തരംഗമല്ല ഒരു അനുകൂല കണക്കുകൾ. കോർപ്പറേഷനിൽ ഫോർട്ട് കൊച്ചി ഡിവിഷനിൽ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റും വരുന്നുണ്ട്. കൊച്ചി കോർപ്പറേഷനിൽ ഇപ്പോൾ 4 വാർഡുകളിൽ ലീഡ് ചെയ്യുന്നത് LDF ആണെന്നുള്ള വിവരവും വരുന്നുണ്ട്. ഇതാണ് ഏറ്റവും ഒടുവിലത്തെ ട്രെൻഡ്. അതേസമയം കൊല്ലത്ത് ഇപ്പോഴും മുന്നേറ്റം തുടരുകയാണ്. LDF എന്നുള്ള വിവരവും കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പനയിൽ നിന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അവിടെയും ഇപ്പോൾ ചെറിയൊരു മുന്നേറ്റം LDFന്റേതായിട്ട് ഉണ്ട്. ഇടുക്കി ബ്ലോക്കിലും ഇപ്പോൾ വോട്ടെണ്ണൽ തുടങ്ങി. എല്ലായിടത്തും വോട്ടെണ്ണൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ ആദ്യ സമയത്ത് ചില തർക്കങ്ങൾ ഉള്ളതിനാൽ ചില തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ LDF 3, UDF 3 എന്നുള്ളതാണ്. NDA 3-ാം സ്ഥാനത്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ. ഇല്ലേ, തുടക്ക സമയത്തെ അങ്ങനെയാണ്. അതായത് ആദ്യ വാർഡുകളുടെ ആദ്യ ഡിവിഷനുകളിലെ വിവരങ്ങൾ വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ സൂചനകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം വ്യക്തമാണ്. തുടക്കത്തിൽ തന്നെ അവിടെ NDA, UDF, LDF ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ സൂചനകൾ വളരെ പ്രകടമാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷന്റെ ഫലസൂചനകൾ അങ്ങനെയാണ് വരുന്നത്. കൊല്ലത്തെ കണക്കിൽ LDFും UDFും ഓരോ ഇടത്ത് എന്നതാണ് ചിത്രം. കൊച്ചിയിലേക്ക് വരുമ്പോൾ കൊച്ചിയിലും സമാന ചിത്രം. LDFും UDFും ഓരോ വാർഡുകളിൽ ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിൽ ഇടതുമുന്നണിയും NDAയുമാണ് ഓരോ വാർഡുകളിൽ ലീഡ് ചെയ്യുന്നത്. ഒപ്പം കോഴിക്കോട് 2 ഇടത്ത് LDF, ഒരിടത്ത് UDF എന്നതാണ് ചിത്രം. കണ്ണൂരിൽ LDFും UDFും ഓരോ വാർഡുകളിൽ ലീഡ് ചെയ്യുന്നു. ഇതാണ് കോർപ്പറേഷന്റെ പൊതുചിത്രം എന്നതാണ് അവസ്ഥ. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ലീഡ് നിലകളിൽ വലിയ അപ്ഡേഷൻസ് വരുന്നുണ്ട്. അതാണ് പൊതുവിൽ ഗ്രാമപഞ്ചായത്തുകളുടെ നില. നമുക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ഓരോ വാർഡിന്റെയും കണക്കെടുക്കുക അസാധ്യമാണ്. എങ്കിലും ഗ്രാമപഞ്ചായത്തുകളുടെ പൊതുചിത്രം ഇതാ പ്രേക്ഷകരിലേക്ക് വരുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ 138 ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് സൂചനകൾ ഇടതുമുന്നണി പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം UDF 122 തൊട്ടു പിന്നിലുണ്ട്. NDA 18 എടുത്ത്, അതേഴ്സ് മറ്റിടങ്ങളിൽ മറ്റുള്ളവർ 15. ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോൾ കാണാം. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നേറ്റം LDFനാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിലും മുന്നേറ്റം നടത്തുന്നത് LDF എന്നുള്ളത് കാണാം. അതേസമയം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെ UDFന്റെ